ദേശീയത എന്ന സങ്കല്പത്തിന് ഭാവനയുടെ ചിറകുകൾ നൽകിയ കവി പരമേശ്വർജി. പ്രിയ കവി ശ്രീ പി നാരായണക്കുറുപ്പ് പരമേശ്വർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. വേദിയിലുള്ള ശ്രീ മോഹൻ ഭഗവത്, മറ്റ് ആചാര്യന്മാർ, എല്ലാവരും എൻ്റെ ആചാര്യന്മാരും ഗുരുജനങ്ങളുമാണ് വേദിയിൽ ഇരിക്കുന്നത്. സദസ്സിലും ഉള്ളത് ആചാര്യന്മാരുണ്ട്, സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനെ വളരെ വിശിഷ്ടമായ വേദിയും അതിലും വിശിഷ്ടമായ സഭയും ഇവിടെ നിൽക്കുമ്പോൾ പരമേശ്വർജിയെക്കുറിച്ച് രണ്ട് വാക്ക്, അധികം ആരും ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വിരമിക്കാം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥിതപ്രജ്ഞത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാം എന്താണ്. ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവർക്ക് അറിയാം സ്ഥിതപ്രജ്ഞത എന്താണ്. എന്ത് പ്രകോപനമുണ്ടായാലും ഇളകാതെ ഇരിക്കുക, വളരെ യുക്തിസഹമായും ആലോചന അമൃതം എന്ന് പറയത്തക്കവണ്ണമുള്ള സ്വാഭിപ്രായങ്ങൾ വളരെ മര്യാദയോടുകൂടി എളിമയോടുകൂടി പറയുക, ക്ഷുഭിതനാവാതിരിക്കുക, ആരോടും കയർക്കാതിരിക്കുക, എതിർപക്ഷക്കാരോട് സൗഹൃദം പുലർത്തുക. ഇത് സ്ഥിതപ്രജ്ഞതയുടെ ലക്ഷണമാണ്. എത്രയോ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ബിഷപ്പ് കാൽഡ്വെൽ, മാർ ഗ്രിഗോറിയസ് തുടങ്ങിയവർ ഹിന്ദുമതത്തെ എതിർത്തും ഇന്ത്യയെ എതിർത്തും, ഇന്ത്യ എന്ന് പറഞ്ഞവരെണ്ണം ഇല്ല എന്ന് വരെ ആണ് അവർ പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലാതെ യാതൊന്നുമില്ലാത്ത ഇന്ത്യയിൽ പടിഞ്ഞാറുനിന്ന് വന്ന കുറച്ച് ആളുകളാണ്, സെയിൻറ്റ് ജോർജ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് സംസ്കാരം ഉണ്ടാക്കിയത് എന്നുള്ള ഈ വാദം ബിഷപ്പ് കാൽഡ്വെലിൻ്റെയും മാർ ഗ്രിഗോറിയസിൻ്റെയും വാദം വായിക്കുമ്പോൾ നമുക്ക് കലശലായ വിക്ഷോഭം ആണ് തോന്നുക. ഇത്തരത്തിലുള്ള മണ്ടത്തരം ആരെങ്കിലും പറയുമോ? പക്ഷേ പരമേശ്വർജി അവരെ എല്ലാം ഉദ്ധരിച്ചിട്ട് വളരെ ശാന്തനായിട്ട് ഇതിനൊക്കെ മറുപടി പറയുന്നത് വായിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട് അതിൽ. അതുപോലെ അവർ പിന്നെ മറ്റ് ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതായിരിക്കും. അതില്ലാതെ KR നാരായണൻ എന്ന് പറയുന്ന വൈസ് പ്രസിഡൻറ്റ് പാശ്ചാത്യരിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്നാണ് ഏകദൈവം എന്നുള്ള ആശയം ശങ്കരാചാര്യർ പഠിച്ചത് എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഗംഭീരമായ അഭിപ്രായമല്ലേ? ശങ്കരാചാര്യരെന്ന് മറ്റൊരെന്ന് എന്നൊന്നും അറിഞ്ഞുകൂടാതെ യാതൊരു ചരിത്രബോധവും ഇല്ലാതെ ശുദ്ധ വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്ന KR വൈസ് പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ. ഇത് കലശലായിട്ടുള്ള ഒരു അരിശം നമുക്ക് തോന്നാതിരിക്കുകയില്ല ഇതുപോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ. പക്ഷേ പരമേശ്വർജി അതും വളരെ ശാന്തമായിട്ടാണ് ആ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് അതിൻ്റെ പൊള്ളത്തരം പറഞ്ഞ നെഫേറിയസ് ഗെയിം എന്നുള്ള ഒരു ഇതിനെ KR നാരായണൻ്റെ ഇത്തരം അഭിപ്രായത്തെക്കുറിച്ച് നമുക്കൊക്കെ ശകാരിക്കാൻ തോന്നുമെങ്കിലും യാതൊരു ശകാരവും കൂടാതെ എ നെഫേറിയസ് ഗെയിം എന്നുള്ള ഒരു മര്യാദയ്ക്കുള്ള എന്നാൽ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം അതിനെ നേരിട്ടത്. ഇങ്ങനെ വളരെ ശാന്തനായിട്ട് എതിരഭിപ്രായങ്ങളെ, ആ എതിരഭിപ്രായങ്ങളിലുള്ള പൊള്ളത്തരങ്ങളെയും വിഡ്ഢിത്തത്തെയും വളരെ നിശിതമായിട്ട് തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അതിൻ്റെ നേരായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് നമ്മളുടെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ് താനും. അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധിയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആഴവും പരപ്പും വിവേകശാലിതയും ഒക്കെ നമുക്ക് അനുകരണീയമാണ്, ആദർശയോഗ്യമാണ്. ഇതുപോലൊരു വ്യക്തിത്വം നമ്മളുടെ ജീവിതകാലത്ത് നമ്മളുടെ ഇടയിൽ കഴിഞ്ഞു. അദ്ദേഹത്തോട് സംവദിക്കാനും അദ്ദേഹത്തിൻ്റെ സ്മരണ ഇപ്പോഴും പുലർത്താനും കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു പുണ്യമാണ്. ആ സ്മൃതിയുടെ മുമ്പിൽ സമയക്കുറവ് കൊണ്ട് ഞാൻ വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ശ്രദ്ധ നേടിയ ചെങ്കൽ മഹേശ്വര മഠത്തിലെ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി
ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും മഹാത്മാക്കളെ, ശ്രീ പരമേശ്വരിയുമായിട്ട് 2-3 വേദികളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ശംഖുമുഖം ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് 10 ദിവസത്തിന് മുമ്പ് അദ്ദേഹവും ഞാനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതുകൂടാതെയും പല പ്രാവശ്യം അദ്ദേഹവുമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് പുരസ്കാരം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കർമ്മധീരതയുടെ ഒരു യോഗി വര്യനാണ്. അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ സന്യാസി എന്നോ ഋഷീശ്വരനെന്നോ എല്ലാം പറയാം. മാത്രമല്ല, അദ്ദേഹത്തിനെ ശിവനെന്ന് പറയുന്നതിന് പോലും മാറ്റമില്ല. അദ്ദേഹത്തിന് പകരം വയ്ക്കാനായിട്ട് ഈ രാജ്യത്ത് ഒരാളുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ആവലാതികൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ധൈര്യമായി മുന്നോട്ട് പോവുക, എല്ലാം ശരിയാവും എന്ന് മാത്രമാണ്. അപ്പോൾ അത്രയും മഹത്തായ ഒരു സന്ദേശം തന്ന് ആരെയും കൂടെ നിർത്തി കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പഠിപ്പിച്ച അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആ രീതിയിലായിരുന്നു. കാരുണ്യ പ്രവർത്തനമായാലും മറ്റുള്ള മതപരമായിട്ടുള്ളായാലും ഏത് രീതിയിലും എല്ലാവരെയും ഒന്നേപോലെ കണ്ട് വളരെ 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 സ്നേഹം പകർന്നുകൊണ്ട് ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ മുന്നിൽ 1000 പ്രണാമം നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പരമേശ്വർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതുപോലെ ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ എല്ലാവരെയും ധന്യരാക്കുന്ന മാനനീയ മോഹൻ ഭഗവത്ജി, കേരളത്തിൻ്റെ ആത്മീയ സാമൂഹിക മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ആത്മബന്ധുക്കളെ, തൻ്റെ മൗനവാത്മീകങ്ങളിൽ അനന്തമായ അറിവിനെ അടക്കം ചെയ്ത് തൻ്റെ തപസ് പൊട്ടി വാക്കുകൾ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും താത്വിക ബോധം ധന്യമായി. പരമേശ്വർജി എന്ന അസാമാന്യമായ പ്രതിഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമായ ഈ ദേവഭൂമി എന്നിവിടെ വിശേഷിപ്പിച്ച തിരുവനന്തപുരത്ത് ആ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ശാന്തിഗിരി ആശ്രമവുമായി അഗാധമായ വ്യക്തിബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവുമായി, ഗുരുവിൻ്റെ ആശയവുമായി യോജിപ്പുകളും വിയോജിപ്പുകളും പ്രകടമായും അല്ലാതെയും ഒക്കെ പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗുരുവിൻ്റെ സമക്ഷം വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. ആദ്യം ഏറെ അകലത്തിലും പിന്നീട് ഒരുപാട് അടുത്തും. തിരുവനന്തപുരത്ത് വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിരുന്നു പരമേശ്വർജി. ആ സമയത്ത് അദ്ദേഹത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. പലതവണ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ സാധിച്ചു. ഇവിടെ
അമൃത സ്വരൂപാനന്ദപുരി സ്വാമി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. വാക്കുകളെ പ്രകാശിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. വാക്കുകൾക്ക് പ്രകാശം കൊടുക്കുവാൻ എല്ലാ ആളുകൾക്കും കഴിയുകയില്ല. വാക്കുകളെ പ്രകാശിപ്പിച്ച, ചിന്തയിൽ ആത്മീയതയുടെ അഗ്നി ജ്വലിപ്പിച്ച, തൻ്റെ അഗാധമായ മൗനത്തിലേക്ക് മറഞ്ഞെങ്കിലും നമ്മളോടൊപ്പം എന്നും അനശ്വരനായി ജീവിക്കുന്ന ഏറ്റവും അഭ്യന്തനായ പരമേശ്വർജിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. എൻ്റെ പ്രാർത്ഥന അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷനായിരുന്ന പരമേശ്വർജിക്ക് ഉപാധ്യക്ഷൻ ശ്രീ എ ബാലകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഓം ശ്രീ ഏകാക്ഷര മഹാഗണപതയേ നമഃ. നമാമി പരമേശ്വരം. परमपूजनीय सरसंघचालक जी श्री मोहन जी भागवत, വേദിയിൽ അണിഞ്ഞിരിക്കുന്ന സന്യാസി വര്യന്മാരെ, മഹാൻ ജനങ്ങളെ, ഈ ശ്രദ്ധാഞ്ജലിക്ക് വന്നിരിക്കുന്ന പരമേശ്വരജിയുടെ ഭക്തജനങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ, എൻ്റെ സ്വന്തം സഹോദരന്മാരെ, നിങ്ങളെല്ലാവർക്കും വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പേരിൽ ഞാൻ നമസ്കാരം പറയുന്നു. ഈ പരമേശ്വരൻ എന്ന പദത്തിൻ്റെ, പരമേശ്വരൻ എന്ന ഈ മഹത് നാമത്തിൻ്റെ അർത്ഥം, ആ അർത്ഥത്തിൽ ജീവിച്ച ആ മഹാവ്യക്തിയെ നമ്മൾ അറിയണം. യ ഈശ്വരേഷു സമർത്ഥേഷു പരമശ്രേഷ്ഠഃ സ പരമേശ്വര. യവനാണോ സമർത്ഥരിൽ വെച്ച് ശ്രേഷ്ഠൻ, എതിരില്ലാത്ത സാമർത്ഥ്യത്തോടു കൂടിയവൻ, തുല്യമായി മറ്റൊന്നുമില്ലാത്തവൻ, ഒരു അജാത ശത്രു, ആ വ്യക്തിയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. നമ്മുടെ പരമേശ്വരൻജി അങ്ങനെയായിരുന്നു. പരമേശ്വരൻജി ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഞങ്ങളെ പുറത്തു വരും, അദ്ദേഹം ഒരു മഹാഋഷിയാണ്. 1984 പരമേശ്വരൻജി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഉപാധ്യക്ഷനായിട്ട് വരുന്നത്. അന്നത്തെ സംഘത്തിൻ്റെ സർസംഘചാലക ആയിരുന്ന പൂജ്യന് ബാലാജി ദേവരസ് അദ്ദേഹത്തിനെ പോയി കണ്ട് പറഞ്ഞു, വിവേകാനന്ദ കേന്ദ്രത്തിന് പരമേശ്വരജിയെ തരണം, ഞങ്ങൾ പരമേശ്വരജിയെ വളരെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ബാലാസാഹേബ് ദേവരാജ് പറഞ്ഞു, എന്താ പരമേശ്വരൻജി മാത്രം, വേറെ ആരും വേണ്ടേ, വേറെ ആരെയും പോരെ? ഞാൻ പറഞ്ഞു, ഇല്ല, സുരേൻജി വേറെ എവിടെ പോയിരുന്നു. ആ സമയം ഞാൻ പരമേശ്വരൻജിയും കൂടി നമ്മുടെ കന്യാകുമാരി ബീച്ചിലേക്ക് പോയി, നടക്കാൻ പോയി. അപ്പോൾ ഏകനാഥജിയുടെ സമാധി ഉണ്ട് അവിടെ. ആ ഏകനാഥജിയുടെ സമാധിയുടെ പോയപ്പോൾ ആ ഏകനാഥജി സമാധിയിൽ ഗീതയിലെ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഘത്തിലെല്ലാവരും അതിനെപ്പറ്റി അറിയാം. ആ ഗീതയിലെ ശ്ലോകം, മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ്യോ നിർവികാര കർത്ത സാത്വികുച്യതേ.
ഈ ശ്ലോകത്തെ പരമേശ്വരൻജി വായിച്ച് പറഞ്ഞു, നമ്മളുടെ എല്ലാ കാര്യകർത്താക്കളും ജീവൻമൃതികളും ഇത് ഈ ഗീതയുടെ ശ്ലോകം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരെല്ലാവരും മുക്തസംഗരാകണം. അവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റും പാടില്ല. അതുപറ്റി ഞാൻ അതിനെ നോക്കുമ്പോൾ ഈ ഗീതയുടെ പൂർണ്ണമായ അർത്ഥം പരമേശ്വരൻജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുമാതിരി ഒരു ലളിത ജീവിതം ഞാൻ വേറെ കണ്ടിട്ടില്ല. പരമേശ്വരജി വിവേകാനന്ദ കേന്ദ്രത്തിന് ഒരു ഉദിച്ചു വരുന്ന സൂര്യൻ മാത്രമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് എന്നേക്കും ഒരു കടാവിളക്കായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ വിവേകാനന്ദ കേന്ദ്രം ഭാരതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി സേവാകാര്യങ്ങൾ എടുക്കും. പരമേശ്വരജി ഞങ്ങൾക്ക് വഴികാട്ടിയാണ്. ഞങ്ങൾ ഒരു സമയത്ത് ഇരുട്ടത്ത് തെണ്ടി നടക്കുമ്പോൾ ഞങ്ങളെ പിടിച്ചു കൊണ്ട് വഴികാട്ടി തന്നത് പരമേശ്വരജിയാണ്. ആ മഹത് പുരുഷൻ, ആ മഹാ ഋഷി തുല്യനാണ് പരമേശ്വരജി. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഋഷികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ശങ്കരാചാര്യർ, നമ്മുടെ നാരായണ ഗുരുദേവ്, ചട്ടമ്പി സ്വാമികൾ, സ്വാമി രംഗനാഥൻജി, സ്വാമി ചിന്മയാനന്ദജി, അതുമാതിരി ഒരുപാട് ഋഷിവര്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരമേശ്വരജിയും അതുമാതിരിയാണ്. അദ്ദേഹം അതുല്യനാണ്. അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരുമില്ല. ഇന്ന് കേരളത്തിൽ ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ വാക്വം ബിക്കോസ് പരമേശ്വരൻജി പോയ കാര്യം കൊണ്ട് ഒരു ശൂന്യതയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും പരമേശ്വരൻജിയുടെ ഭക്തരാണ്. പരമേശ്വരൻജി എന്നേക്കും നമുക്കെല്ലാവരും ഒരു വഴികാട്ടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി. RSS പ്രചാരകന്മാരെ കാഷായമിടാത്ത സന്യാസിമാർ എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി ചിന്മയാനന്ദനാണ്. ചിന്മയ മിഷൻ അധ്യക്ഷൻ സ്വാമി വിവേകാനന്ദ പരമേശ്വരജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ചിന്മയ സദ്ഗുരുവേ നമഃ. വേദിയിൽ ഉപവിഷ്ടരായ ആരാധ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, മാനനീയ ശ്രീ മോഹൻ ഭാഗവത്ജി, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രൗഢവും മാന്യവുമായിട്ടുള്ള ഈ മഹാസദസ്സിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ചിന്മയ മിഷൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ അഭിവാദനങ്ങൾ, നമസ്കാരം. പരമേശ്വരജി നമ്മളുമായിട്ട് വളരെ അടുത്തായിരുന്നു. ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ചിന്മയ മിഷനെ ആ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വളരെ സഹായിച്ചിട്ടുണ്ട്. ചിന്മയ മിഷൻ അംഗങ്ങൾ എന്നും പരമേശ്വരജിയോട് കടപ്പെട്ടതാണ്. പക്ഷേ പരമേശ്വരജിയുടെ മഹത്വം ഇത്രമാത്രം അടുത്ത് ഇടപഴകിയിട്ടും എനിക്ക് ഇതുവരേക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓരോ ദിവസം ചെല്ലുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെപ്പറ്റി ഇവിടെ നാരായണക്കുറുപ്പ് സാറ് സംസാരിക്കുകയുണ്ടായി. അജാതശത്രു, സ്ഥിതപ്രജ്ഞൻ, പരമസത്യമാണ്. അജാതശത്രുവാണ്, സ്ഥിതപ്രജ്ഞനാണ്. ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞ എന്ന
ആ വാക്കിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു മഹാമനീഷി, ഒരു മഹാഋഷി ആയിരുന്നു പരമേശ്വരജി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് പറയാം. ഇവിടെ ഒരു പ്രത്യേക കാര്യം മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പരമേശ്വരജി പല പദ്ധതികളും നമ്മുടെ സനാതനധർമ്മത്തെ പുനരുദ്ധരിക്കാൻ, അതിനെ സജീവമാക്കാൻ, ശാക്തീകരിക്കാൻ ഉള്ള പല പദ്ധതികളും അദ്ദേഹം സംവിധാനം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഭഗവത്ഗീതയെ സ്വാമി ചിന്മയാനന്ദജിക്ക് ശേഷം ജനകീയമാക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ, അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗീതാ സ്വാധ്യായ വേദി അദ്ദേഹം ആരംഭിച്ചു. എന്നിട്ട് കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും എല്ലാം അവിടെ എല്ലാം ഗീതാ സ്വാധ്യായ വേദിയുടെ പരിപാടികൾ നടത്തി. ഭഗവത്ഗീത സ്വാമി ചിന്മയാനന്ദജി കൊടുത്ത ആ ജനകീയവൽക്കരണത്തിന് കൂടുതൽ ആക്കം പരമേശ്വരിയുടെ ശ്രമഫലമായി ഉണ്ടായി. ഇത്തരുണത്തിൽ നമ്മൾ, അതായത് ഈ ആദരാജ്ഞലികൾ, ശ്രദ്ധാഞ്ജലി സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഏവരോടുമുള്ളൊരു അഭ്യർത്ഥന, മാനനീയ ഭാഗവത്ജിയുണ്ട് ഇവിടെ, എല്ലാവരോടുമുള്ള അഭ്യർത്ഥന, നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി ഈ ഭഗവത്ഗീതയെ നമ്മുടെ ഭാരതത്തിൻ്റെ മനുഷ്യരാശിയുടെ എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ദേശീയ ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീത പ്രഖ്യാപിക്കപ്പെടണം. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പരമേശ്വരജിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്സ് ആയിരിക്കും. മാനനീയ മോഹൻ ഭാഗവത്ജി, മൈ ഹംബിൾ ആൻഡ് appeal to you is that on this occasion, when we pay our rich tribute to Parameshwaraji, we must put in all efforts in the direction of Bhagavad Gita being made the national book or national text. I don't mean scripture, because this is a secular country or so-called secular country, but then it should become a national book, meaning beyond the frontiers of caste, religion, community, and race and all that. We must see that sooner than later Bhagavad Gita should be declared a national book on life, say manual of life. Bhagavad Gita is actually a handbook on life, of life. Therefore, it deserves all consideration at this juncture of Hindu Renaissance movement. On this occasion, I pay my humble tributes to Adaraniya Parameshwarji. Hari Om, and thank you very much. നന്ദി. തൻ്റെ രാഷ്ട്രീയ ഗുരുവിന് ബഹുമാനപ്പെട്ട MLA ശ്രീ ഒ രാജഗോപാൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. അമൃതേശ്വരിയേ നമഃ. വേദിയിലും സഭയിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരമേശ്വരിയുടെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് ധാരാളം പറയുകയുണ്ടായി. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്, സമയം അനുവദിക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ കടപ്പാടുണ്ട്. കാരണം എന്നെ പാലക്കാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വക്കീലായി ആ സമയത്ത് ബന്ധപ്പെട്ടിട്ട് ആ വക്കീൽ പണിയെല്ലാം ഉപേക്ഷിച്ച് പുറത്തു വന്ന് മുഴുവൻ സമയ പ്രവർത്തകനായി പ്രവർത്തിക്കാനും ഇവിടെ നിങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് ഒരു MLA ആയി മാറാനുമൊക്കെ സാഹചര്യമുണ്ടാക്കിയത് പരമേശ്വരജിയാണ്. നമ്മുടെ സംഘത്തിൻ്റെയും BJPയുടെയും നേതാക്കന്മാർ ഒരാവശ്യം ഉന്നയിച്ചു. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ആരെങ്കിലും ഒരാളെയെങ്കിലും ഇവിടുന്ന് അയക്കണം. അവരെല്ലാം കൂടി നിശ്ചയിച്ചു ഇതിന് ഏറ്റവും പറ്റിയ ആൾ പരമേശ്വരജിയാണെന്ന്. പക്ഷേ പരമേശ്വരജി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനു പകരം അദ്ദേഹം പറഞ്ഞു,
ഞാൻ ആഗ്രഹിക്കുന്നത് രാജഗോപാലിനെ അയക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ നറുക്ക് എനിക്ക് വീഴുകയും അവിടെ MP ആവാനും മന്ത്രിയാവാനും MLA ആവാനും ഒക്കെ സാധിച്ചത്. പരമേശ്വരിയുമായി വളരെ അടുത്ത് ഇടപഴകാനും, എന്തിനധികം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിൽ ഒരേ മുറിയിൽ താമസിച്ച് വളരെയേറെ നല്ലപോലെ അറിയാൻ ഇടവന്നിട്ടുള്ള ഒരു ഭാഗ്യവാനാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹം കേരളത്തിന് ചില സംഭാവന ചെയ്തിട്ടുണ്ട്. ഒന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം നഗരത്തിന് പരമേശ്വരിയുടെ ആദർശ പുരുഷനായിട്ടുള്ള വിവേകാനന്ദ സ്വാമികളുടെ ഒരു നല്ല പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുള്ള കവടിയാറിൻ്റെ മുന്നിൽ സ്ഥാപിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ വിചാര കേന്ദ്രം എന്നുള്ള ഒരു സ്ഥിരം ഒരു സംവിധാനം ആവിഷ്കരിച്ച് നടപ്പാക്കിയതും അദ്ദേഹമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു വലിയ സേവനം ഇന്നിപ്പോൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഇതിന് കാരണക്കാരാരാ? 1982 എറണാകുളത്ത് വെച്ച് കൂടിയിട്ടുള്ള വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൽ അവിടെയാണ് പരമേശ്വരി ആഹ്വാനം ചെയ്തത്. എല്ലാവരും ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും അത് നടപ്പാക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുകയും ചെയ്തു. ഈ തരത്തിൽ മൗലികമായ പരിവർത്തനത്തിന് സഹായകമായിട്ടുള്ള പലതും ചെയ്തിട്ടുള്ള ഒരു മഹാനുഭാവനെയാണ് നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് എൻ്റെ വിനീതമായ കടപ്പാടും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നന്ദി. ദേശീയതയെ കേരളത്തിൽ അടയാളപ്പെടുത്തിയത് പരമേശ്വർജിയുടെ ഭീഷണയാണ്. RSS മുന്നോട്ട് വയ്ക്കുന്ന ഉത്തമ വ്യക്തി എന്ന സങ്കല്പത്തിൻ്റെ മകുടോദാഹരണമായിരുന്നു പരമേശ്വർജി. മാതൃകാ സ്വയം സേവകന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ പൂജനീയ സർസംഘചാലക് മാനനീയ മോഹൻജി ഭാഗവതിനെ ആദരവോടെ ക്ഷണിക്കുന്നു. Parameshwarji was one of the senior most Pracharak of Rashtriya Swayam Sevak Sangh. We welcome Pujaniya Sarsangachalak Mananiya Mohanji Bhagavat to pay Shraddhanjali to Swargiya P. Parameshwarji after Vyaktigeetam. Vyaktigeetam G. Vaishak. രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊര പൂർവഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ. അന്നു മാനവ ജീവിതത്തിൻ മേന്മ ഞങ്ങൾ മറന്നിരുന്നു. കേവലം ക്ഷണികങ്ങളാകും സ്വാർത്ഥ ചിന്തയിലാണ്ടിരുന്നു. കൊച്ചു കൊച്ചു സുഖങ്ങൾ തേടി പാഞ്ഞലഞ്ഞു നടന്നിരുന്നു. നീയൊരു ജ്വലലക്ഷ്യമാകും ഭദ്രദീപവുമായി വന്നു. രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊര പൂർവഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ.
എത്ര മാറ്റമിയറ്റി ഞങ്ങളിൽ അങ്ങു നൽകിയ ദർശനങ്ങൾ ചെമ്പു കാഞ്ചനമാക്കി മാറ്റി ദിവ്യമാം നിൻ സ്പർശനങ്ങൾ ദൂരെ ദൂരെ വിടർന്നു കണ്ടു ഞങ്ങൾ ജീവിത ചക്രവാളം അവിടെ ജൈത്ര പതാക നാട്ടാൻ ആയി ഞങ്ങളെ നീ നയിച്ചു രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവ ഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ അങ്ങൊരുത്കടദൗത്യബോധം തന്നു ഞങ്ങളെ വീരരാക്കി സ്വാർത്ഥ ജീവിത മോഹവലയിൽ നിന്നു ഞങ്ങളെ മുക്തരാക്കി വ്യക്തിഗതമാം സ്നേഹബന്ധം തത്വപൂജയിലേക്കുയർത്തി മാഞ്ഞു മാഞ്ഞു സ്വയം ഭവാനൊരു ദീപ്തഭാവനയായി മാറി രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവ ഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ ഇല്ലമേലിനി വിശ്രമത്തിൻ അലസവേളകൾ ജീവിതത്തിൽ ലക്ഷ്യസാധന തൻഹവീസായി തീർന്നു തനവും മനവുമെല്ലാം ഒരു വിചാരമൊരൊറ്റയത്നം കൂട്ടുചേർന്നൊരഖണ്ഡയത്നം യജ്ഞവേദിയിൽ നിന്നുമുയരും നാം കൊതിക്കും പൂർണ്ണ വിജയം രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവ ഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാൻ परम श्रद्धेय संत चरण, all the dignitaries on the dais,
बंधु भगिनी, your contact with Swargीय Parameshwaran ji was for a long time and at close quarters. Therefore, you know so many details of his life and you can appreciate. I was not so fortunate. I got to see him occasionally at the Pratini Sabha in Nagpur. There was one Chintan Baitak in 87, there I saw him. In 5 days he spoke twice, briefly. But the aura of his intellectual prowess, that reached us there also. And therefore, when I met him for the first time, for last 7-8 years, I have been meeting him regularly each year, once at least. So when first time I got to see him, I was under pressure. He was my elder, senior in Sanghavayasam, senior in age also. But within few minutes, I was at home with him. He did nothing in particular to achieve this, and I also did not try to be so. It was the Atmiyata that one felt in his presence. Someone said he was Ajata Shatru, because he didn't have enmity in his heart towards anybody, for anyone. And therefore, sitting with him was just like sitting with an elder of our home. So we felt free to ask anything, and equally freely he answered. Such very simple personality, very humble personality, in spite of his knowledge, his erudite scholarship, his profound thinking. He spoke softly, but very clearly, in a lucid manner, he expressed himself, his thoughts. Very logical. And when that was a debate, his was the cutting edge. In logic, he never spared illogic. But still, we used to hear him, and that there was no hardness, no distance due to talking. And therefore, we did not feel that we are in presence of some special personality or something or something. Now that he is no more, we realize our loss. He lived everything. He lived everything he preached. He was a Swayamsevak. So all the 5 qualities mentioned in Prarthana, plus 4 qualities mentioned in Pratijna,
He was the embodiment of those 9 qualities. He showed strength, he showed character, he was very knowledgeable, and he was a fighter, Veeravrati. And he dedicated his everything towards a goal, Dhyaya Nishtha. He was Sangha Pracharak, he was Sangha Swayamsevak. How a Swayamsevak should conduct himself, how a Pracharak should dedicate himself. He was the living model. He was also a living model of Gita Upadesha. Once I had an occasion to ask him, how can we talk in brief on Gita, Bhagavad Gita? He told me 4 or 5 things. First, he told Gita's first message is don't run away. Don't try to avoid the problems, the difficult situation. Face them, go through them. You are not allowed to go back. You have to go on. You have to go ahead. That is the first message. Secondly, don't think about how difficult the challenges are or times are. You try to rise up to that level. You equip yourself. You can do it. You have that metal inside you. You should try to bring out that Daivi Guna Sampad from your heart. That is second message. And he said, thirdly, whatever you do it with love. Don't fight with rage, fight with balance, fight with coolness. Fight not because you hate, fight because you have to fight, fight because you love, fight because you are on the right side. And then he said, whatever the result, you disown that. Success, defeat, don't get yourself entangled in the woes of defeat or in the cries of victory. These 4 things he told me. When we review his life, do not we find these all things? He was living it. He told me this in very simple words, but it was so effective. I was thrilled. I never heard Gita explained in such simple words in 4 principles. He could do that because he lived it. And therefore, whatever responsibility he was entrusted with, he was successful in carrying that out. Success and failure are not the criteria to gauge a personality. What one did or what one achieves is a different matter. What one is and becomes is the point. So he was always like that, and therefore whatever came in his way, he could face it, he could master it, and he could, by his own example, teach so many around it. I find that in Kerala, because he was most of the time here and in very close acquaintance with
all the Swayamsevaks and others here. He was a guide as well as guardian for everybody. In Vivekananda Kendra, I used to go and I used to discuss with the main workers of Vivekananda. Just discussion, no topic, nothing. For 2 days, I was at ease. For 2 days, we had chit-chats. He was present there. But he used to talk very less. But his presence there was a sort of assurance for us all. This is Jivana Tapasya. This you cannot practice by reading a book. You have to see the living example and you have to bring it out from your inside. That is Jivana Tapasya. That he did. And therefore, many call him a Rishi. Many call him Prakanda Pandit. He was that. But above all, he was a very compassionate human being. He was a Swayamsevak, he was a Pracharak. And therefore, whatever task was allotted to him, he applied himself to it and he made the necessary achievement, necessary success he got. Now he is no more. Balakrishnan talked of vacuum. But such personalities, for us they are individuals. But actually, they are the expression of the eternal presence. There is never a vacuum. This Jivana Tapasya leads to the expression of divine through that personality. Slowly, personality becomes immaterial and divine replaces everything. In the morning, I heard about his poem, recently written 2 or 3 years. He had a feeling that now my task is over. He was a karma yogi. And therefore, by this Jivana Tapasya, he could point out the task for which he was here. And he felt that this task was over. So he starts the poem by line, let me go, perhaps I have overstayed my stay here. Don't try to stop me. The more I linger, the more difficult it will be to leave. I have seen the light which I am, and I am going there. And then he says that everybody has to do it. But he had realized that the goal, the task for which I am here in the bodily presence is now over. And so, my stay here, I should now end it. There will be other tasks waiting. And accordingly, in other body, he will come. Because he doesn't come or go, he is always there. There is no vacuum. If we have seen Parameshwaranji with eyes open, and we have close acquaintance with him,
that vacuum will be filled by us. That should be our resolution. And that will be the real Shraddhanjali for his soul. Mukta Sango Anamvadi Dhrutyotsaha Samanvitaha Siddhya Siddhyor Nirvikaraha Karya Karta Satvika Uchyate. What is the task for this Satvik Karyakarta? It is Loka Sangraha. And in Loka Sangraha, there is never a vacuum. The Rupas come and Rupas go. But that existence is always there. We say about Dr. Hedgewar. Dr. Hedgewar expired in 1940. But Dr. Hedgewar is still here. If you want to see Dr. Hedgewar, see Sangha. If you want to understand Sangha, study Dr. Hedgewar. We can see this, we can say the same thing about Parameshwaranji. It is for us. It is for us to think about it and try to achieve all those qualities he showed us. He became an example for us. We must try to repeat that exemplary behavior with very pure mind, pramanikata se niswartha buddhi se tanamana dhana purvak, if we try. Then Parameshwaranji has not gone anywhere. He is there. He is always here. And therefore, by having this sankalpa, we must offer our Shraddhanjali to him. I do the same thing today from my own behalf and on behalf of Rashtriya Swayamsevak Sangha. The Parameshwaranji is no more. Long live Parameshwaranji. ധന്യവാദ്. നമാമി പരമേശ്വരം സ്വർഗീയ പരമേശ്വർജി ശ്രദ്ധാഞ്ജലി സഭയിൽ പങ്കെടുത്ത് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച സംപൂജ്യ സന്യാസി വര്യന്മാർക്കും വേദിയിലെ മഹനീയ വ്യക്തിത്വങ്ങൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വർഗീയ പരമേശ്വർജി ശ്രദ്ധാഞ്ജലിയിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ സദസ്സിലെ എല്ലാ നല്ല മനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സുരക്ഷാ കാരണത്താൽ വിശിഷ്ടാതിഥി ഓഡിറ്റോറിയം കോമ്പൗണ്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാന ഓഡിറ്റോറിയത്തിലെയും ഡൈനിങ്, സെല്ലുലാർ എന്നീ സ്ഥലങ്ങളിലെയും ക്ഷണിതാക്കൾ പുറത്തു പോകാൻ പാടുള്ളൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ ഗാനം, നാഷണൽ ആന്തം.